നമസ്കാരം. പച്ചക്കറിയിൽ ഉരുളൻകിഴങ്ങ് കബാബ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബാബാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, തൈര് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്ക് സ്നാക്കായിട്ട് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉരുളൻകിഴങ്ങ് കബാബ് നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിനെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങിനെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളൻകിഴങ്ങിനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഉരുളൻകിഴങ്ങിനെയും ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഇതിലേക്ക് വേണ്ട നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിൽ ഞാൻ 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ വന്നിട്ട് മസാലേനെ ഉരുളൻകിഴങ്ങിൻ്റെ മേലെ കോട്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ 3 ടീസ്പൂൺ കോൺഫ്ലോർ ഉരുളൻകിഴങ്ങ് കബാബിന് നന്നായിട്ട് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട്, 2 ടീസ്പൂൺ കബാബ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളൻകിഴങ്ങിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാല ഒന്ന് നന്നായിട്ട് ഉരുളൻകിഴങ്ങിന് മേലെ കൂട്ടാവണം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കോട്ടിംഗ് ഒന്ന് പാകാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കോട്ടിംഗ് ഒന്ന് കറക്റ്റാക്കി എടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചാലാണ് നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കോട്ടിംഗ് നന്നായിട്ട് കിട്ടണം. അത് നോക്കിയിട്ട് വേണം നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ. അവിടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം എണ്ണയിൽ നമുക്ക് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അഥവാ ഇടുന്ന സമയത്ത് ഒട്ടിയിട്ടുണ്ടെങ്കിൽ കത്തി വെച്ച് പതുക്കനൊന്ന് അതിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയതിൻ്റെ ശേഷം മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടിയും നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഉരുളൻകിഴങ്ങിനെ വേവിക്കാണ്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നന്നായിട്ട് ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കബാബ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉരുളൻകിഴങ്ങിനെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കളർ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിയിൽ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണം നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മസാലനെ നന്നായിട്ട് കോട്ടാക്കി എടുക്കണം. കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് വേണം എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉരുളൻകിഴങ്ങ് കബാബ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.